ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാന സ്റ്റോക്സ്. ഇപ്പോൾ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. തൊപ്പിയുടെ നേരെ ഷമീർ ഒരു എലിഗേഷൻ, ജാസി ഒരു എലിഗേഷൻ, മമ്മു ഒരു എലിഗേഷൻ. അതിൻ്റെ റിപ്ലൈ ആയിട്ട് തൊപ്പി ലൈവ് വരുന്നു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഷമീർ ലൈവ് വരുന്നു. അതിനകത്ത് ആരുടെയൊക്കെയോ പേരും കാര്യങ്ങളൊക്കെ വലിച്ചിടുന്നു. അവർ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നു. അത് ന്യായീകരിക്കാൻ കുറേ അവന്മാർ വന്ന് വീഡിയോ ഇടുന്നു. പിന്നെ വേറെ കുറേ അവന്മാർ അരി വാങ്ങിക്കാനായിട്ട് പലവരെയും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നു. ഞാൻ ആദ്യം ഷമീറിന്റെ വീഡിയോ എടുത്ത് വെച്ചു റിയാക്ട് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഇതില് സത്യം ഷമീറിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഷമീറിന്റെ സൈഡാണെന്ന് പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ വീഡിയോ വന്നതിന് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു, ഒരു പട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം ഷമീറിന്റെ ഭാഗത്തുമില്ല, തൊപ്പിയുടെ ഭാഗത്തുമില്ല, ഒരു പട്ടികളെ ഭാഗത്തില്ല, ആരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഷമീറിന്റെ വീഡിയോ കഴിഞ്ഞ ശേഷം തൊപ്പി അതിന് റിപ്ലൈ ആയിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി റിപ്ലൈ ആയിട്ട് വരും. ഇപ്പൊ തൊപ്പിയുടെ വീഡിയോ ഷമീറിന്റെ വീഡിയോ ചെയ്ത കണക്ക് വീഡിയോസ് കാണിച്ച് എടുത്ത് റിയാക്ട് ചെയ്യാം, റോസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനകത്ത് വന്ന സാധനങ്ങൾ കണ്ടപ്പം ഇതൊന്നും എടുത്തു വെച്ച് റോസ്റ്റ് ചെയ്ത് റിയാക്ട് ചെയ്തു അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കാണിച്ച് ഒപ്പീനിയൻ പറഞ്ഞൊന്നും എന്തായാലും റീച്ചും വ്യൂസും എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് ഞാൻ തരം താഴേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി. പിന്നെ വിചാരിച്ചു, ഇതിന്റെ പേരിൽ എല്ലാവരും ഒപ്പീനിയൻ പറയുന്നുണ്ട്, എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒപ്പീനിയൻ പറയുന്നുണ്ട്. അപ്പൊ എന്റെ ഈ വീഡിയോ ഈ ഒരു ഇഷ്യൂവിന്റെ ബേസിൽ എന്റെ ഒപ്പീനിയൻ പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ഈ ഒരു വീഡിയോയുടെ ഈ യവന്മാരുടെ ഈ കോപ്രായങ്ങളെ കുറിച്ച് പറയുന്നത്, സംസാരിക്കുന്ന റിയാക്ഷൻ ആയിക്കോട്ടെ, റോസ്റ്റിംഗ് ആയിക്കോട്ടെ, എന്ത് തേങ്ങയായാലും ഞാൻ ഈ വീഡിയോ ഞാൻ വെച്ച് കെട്ടും. എനിക്ക് താല്പര്യമില്ല കണ്ട കുണ്ടന്മാരെയും പെണ്ണുടിയന്മാരെയും കഞ്ചാവൂടി കല്ലടിച്ച് കിടക്കണന്മാരെയും വീഡിയോ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ട് റിയാക്ഷൻ ഇട്ട് കണ്ടിന്യൂസ്ലി പാർട്ടായിട്ട് ഇട്ട് എനിക്ക് അങ്ങനെ അരി വാങ്ങിക്കണ്ട. എനിക്ക് അങ്ങനെ ഒരുത്തനെ പ്രീതിപ്പെടുത്തുകയും വേണ്ട, എനിക്ക് അങ്ങനത്തെ റീച്ചും വേണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനം എടുത്തു. അപ്പൊ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് യവന്മാരൊരു കേസിൽ. ഇനി യവന്മാരിന് മുണ്ടിരിഞ്ഞാടിയാലും അണ്ടിവെക്കി ചാടി കഴിഞ്ഞാലും ഞാൻ വീഡിയോ സംസാരിക്കത്തില്ല. ഈ ഒരു കേസിൽ ഞാൻ തീരുമാനം എടുത്തു. പക്ഷെ എന്റെ ഒപ്പീനിയൻ എനിക്ക് പറയാനില്ല. ഒപ്പീനിയൻ പറയാനായിട്ടാണ് ഞാൻ വന്നത് ആസ് എ ന്യൂട്രൽ ഓഡിയൻസ്. ഇത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇത് കാണുന്ന ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് കാണും. അപ്പൊ അവരെയൊക്കെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് പറയാനായിട്ട് വന്നതാണ്. ഈ വീഡിയോ പാരന്റ്സ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. മാക്സിമം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം പറയുക. പിന്നെ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യണമെന്നാരും ഷമീറിനെ സപ്പോർട്ട് ചെയ്യണമെന്നാരും ഒരുത്തന്മാരും എന്റെ കമന്റ് ബോക്സിൽ വന്നു നിന്നിട്ട് നീ ഏതാ മറ്റേതേതാ മറിച്ചതേതാന്ന് എന്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഈ മലബാർ സൈഡിൽ നിന്ന് നയ്യിന്റെ മോനെ എന്ന് വിളിക്കുന്ന വിളി ആയിരിക്കില്ല. പച്ചയ്ക്ക് തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിക്കും. അപ്പൊ ഈ മലബാർ സൈഡിൽ നിന്ന് വരുന്ന ഈ ബ്ലൈൻഡ് ഫോളോവേഴ്സ് മറ്റേ 10ലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കൊച്ചു പിള്ളേരൊന്നും എന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുത്തനെ ന്യായീകരിക്കാനോ പിടിക്കാനോ വന്ന് നിൽക്കല്ലേ. എടാ, അവന്മാരെ മറ്റേ മലബാർ സൈഡ് വിളി ആയിരിക്കില്ല എന്റെ വായി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയെ ഞാൻ വിളിച്ച് കയറ്റും. എന്റെ ഷോർട്സിൽ 2-3 വന്നപ്പോ കണ്ട് കൊച്ചു പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി പറയുന്ന ദൈവം മക്കളെ വരല്ലേ, ഞാൻ തീർത്ത് ഞാൻ വിളിക്കും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. മലബാർ സൈഡ് ചീത്തോളി ആയിരിക്കത്തില്ല, നല്ല വൃത്തിയാ കേൾക്കും. കേൾക്കുമ്പോ ചെവി അടിച്ചു പോണ രീതിയിൽ കേൾക്കും. വെറും എന്നെ കൈ കിട്ടിയാൽ വലിച്ചു കീറിയാൽ കൊള്ളാന്നൊക്കെ നിനക്കൊക്കെ തോന്നും. അമ്മാതിരി വിളി ഞാൻ വിളിക്കും. അതുകൊണ്ട് ആര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരണ്ട. കേട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്തൊരു കോപ്പൊന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത്. അപ്പം പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ സ്റ്റാർട്ട് തൊട്ട് പറയാം. തൊപ്പി എന്ന് പറയുന്നൊരു ഫസ്റ്റ് ഒരു ഗെയിമർ ആയിരുന്നു പുള്ളിക്കാരൻ. പിന്നെ പുള്ളിക്കാരൻ ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കോപ്പി അടിച്ച് പുള്ളിക്കാരന്റെ സ്റ്റൈലും പാറ്റേണും കോപ്പി അടിച്ച് ആ ഒരു ലെവലില് കേരളത്തില് വീഡിയോസ് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്ത് അത്യാവശ്യം റീച്ചും ഫേമസ് ആയി. അത് തന്നെ കോപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാങ് ആയിട്ട്, അതായത് ഒരാൾ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും കാണിക്കുന്നതിനെക്കാട്ടിയും ആള് കൂടുതൽ കാണുമല്ലോ. 1-2 പേര് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കോപ്പായം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അച്ചായൻ കോപ്പ് ചപ്പു ചറമ്മൻ എവിടെ നിന്നൊക്കെയോ ഏവന്മാരെയൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് അതിലാണ് ഈ മമ്മൂന്ന് വന്ന് ചെറുക്കനെയൊക്കെ ആടാക്കി ലൈവ് ഇട്ട് തുടങ്ങിയത്.
അവിടം തൊട്ടേ സ്ക്രിപ്റ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാങ് ഉണ്ടാക്കി, എന്താ MRC എന്നും പറഞ്ഞ ഗ്യാങ്. MRC എന്ന് പറയുന്ന സാധനം ഒരു ഗെയിമിംഗ് ഓർഗായിരുന്നു. ഈ ഓർഗ് എന്ന് പറയുന്ന സാധനം ഒരു ഗെയിമിംഗ് ഓർഗാണത്. അത് PUBG BGMI പോലത്തെ ഗെയിമൊക്കെ കോമ്പറ്റീറ്റീവ് പ്ലെയേഴ്സിനെ പൊക്കി എടുത്തുകൊണ്ട് വരാനായിട്ട്, കോമ്പറ്റീറ്റീവ് കളിക്കാനായിട്ട് ഉണ്ടാക്കിയൊരു ഗെയിമിംഗ് ഓർഗ്. അതിൽ പണ്ടുണ്ടായിരുന്ന ആളാണ് തൊപ്പി. ഇപ്പൊ തൊപ്പി ഗെയിമിങ്ങും ചപ്പുചവറൊന്നും ഇല്ല, ഈ ലൈവ് സ്ട്രീം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ തുടങ്ങിയ ഒരു ഗ്യാങ്ങിന് MRC എന്ന് പേരിടാനായിട്ട് ഒരു അവകാശമില്ല. കാരണം MRC എന്നതാണ് സാധനം. ആ ഗെയിമിംഗ് ഓർഗിന്റെ ഓണർഷിപ്പ് ഇപ്പൊ MRC അശ്വിനോ അങ്ങനെ പറഞ്ഞ ആളുടെ കയ്യിലാണ്. അതിന്റെ ഓണർ ഇപ്പോഴും, ഫൗണ്ടർ ഇപ്പോഴും MRC ഗോകു എന്ന് പറഞ്ഞ ആളാണ്. ഇവരുടെ അറിവോടെയൊന്നും അല്ല ഇവൻ ഈ ഗ്യാങ് തുടങ്ങുന്നതും ഗ്യാങ് റിക്രൂട്ട് ചെയ്യുന്നതും ഒക്കെ. ഇവർക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. എന്നിട്ടും ഇതിന്റെ ഫെയിമിന്റെ പിറകെയോ ഇതുകൊണ്ട് എന്തെങ്കിലും പൈസയോ അല്ലാതെ എന്തെങ്കിലും ഉപയോഗമോ അവർക്കൊന്നും ഉണ്ടായിട്ടില്ല. അവരെ അറിവ് ഇതിലൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ പേര് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതായത് മറ്റേ മമ്മു എന്ന് പറഞ്ഞ ചെറുക്കൻ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ആരുടെ കുളിസീനെത്തി നോക്കി എന്നുള്ള കഥയൊക്കെ പറയുന്ന സമയത്ത് അന്ന് ഭയങ്കര വിഷയമായ സംഭവം. ആ സമയത്ത് അവനെ കിക്ക് ചെയ്യുന്ന എല്ലാവരും പറയുന്നുണ്ട് ലൈവില്, അമ്മനെ കിക്ക് ചെയ്ത് കളാ. അപ്പൊ അന്ന് തൊപ്പി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, MRC എന്ന് പറഞ്ഞ സാധനം അതിന്റെ ഫുള്ള് കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കുന്ന, അതിന് മാനേജ്മെന്റും ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോ അവരാണ് തീരുമാനം എടുക്കുന്ന, അതുകൊണ്ട് എനിക്ക് അവനെ അങ്ങനെ കിക്ക് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് അതിന്റെ ഓണർ തന്നെ പറയുന്നു നമുക്കതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതിന്റെ ഓണർ തന്നെ പറയുന്നുണ്ട് നമുക്കതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ അന്ന് പറഞ്ഞതോ ഇതിന്റെ മുകളിൽ ആരൊക്കെയുണ്ട്, വലിയ വാപ്പാരാരൊക്കെയുണ്ട്, അവര് തീരുമാനം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കാൻ പറ്റും, കിക്ക് ചെയ്യാൻ പറ്റും, ആടാക്കാൻ പറ്റുമോ. ആ പറഞ്ഞത് തന്നെ കള്ളമാണ്. അതിപ്പോ വെളി വന്നിട്ട് പിന്നെ അന്ന് ആ ചെറുക്കനെ കിക്ക് ചെയ്തോ മാറ്റി ചെയ്തോ സസ്പെൻഡ് ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരണ്ടെന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് അവയിരുന്ന് കിണിക്കണ വീഡിയോ ഒക്കെ അന്നേ വൈറലായതാണ്. അന്നേ മനസ്സിലായതാ ഈ സാധനം സ്ക്രിപ്റ്റഡാണ് അവൻ കാണിക്കണായിരുന്നു. പിന്നെ ഈ ഷമീർ എന്ന് പറഞ്ഞ അവ IED മറ്റേ മമ്മൂന് വിവരം ഇല്ല, മറ്റേതാണ് മറിച്ചതാണ്, ഇതെല്ലാം പൊളിഞ്ഞ്. ഇതെല്ലാം ഇപ്പൊ ഈ ഒരു കോൺട്രവേഴ്സി സാധനത്തോടെ പൊളിഞ്ഞ്. ഇനി ഇതും സ്ക്രിപ്റ്റഡ് ആണോ ഫേക്ക് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് സ്ക്രിപ്റ്റഡ് ആയാലും ഫേക്ക് ആയാലും ആണെങ്കിലും അല്ലെങ്കിലും യവന്മാരെല്ലാരും അകത്ത് പോകും. ഡ്രഗ് കേസ്, പെണ്ണ് കേസ്, പോക്സോ കേസ്, ഇങ്ങനെ സകലമാന അലിഗേഷൻസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ട് സൈഡിൽ നിന്നും വാദിച്ചും പുറത്തു വിട്ടും പ്രൂഫ് കാണിച്ചും ഒക്കെ കാണിക്കുന്നു. തൊപ്പി കാണിച്ചത് വെറും മണ്ടത്തരമാണ്. ഫസ്റ്റ് തന്നെ ഇവരുടെ ഈ ഒരു കോൺട്രവേഴ്സിയുടെ കേസിനെ കുറിച്ച് പറയാം. ഷമീർ, ജാസി, മമ്മു ഈ 3 പേര് വന്നിട്ട് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ തന്നിട്ടില്ല. പിന്നെ ഷമീറിന്റെ ഫോൺ വാങ്ങിക്കാൻ അവന്റെ കയ്യിൽ നിന്നാണ് പൈസ കൊടുത്തത്. 5000 രൂപ എങ്ങാണ്ട് തൊപ്പി തന്നിട്ടുള്ളൂ. പിന്നെ മമ്മൂന്റെ വീട് ശരിയാക്കാനായിട്ട് തൊപ്പി പൈസ കൊടുത്തിട്ടില്ല. ഇങ്ങനത്തെ അലിഗേഷൻസും കാര്യങ്ങളും ഡ്രഗ്സിന്റെ സംഭവങ്ങളും ഒക്കെയാണ് തൊപ്പിയുടെ നേരെ അവര് വെച്ച അലിഗേഷൻസ്. ഓക്കെ, തൊപ്പിയുടെ നേരെ അവര് വെച്ച അലിഗേഷൻസ്. അപ്പൊ തൊപ്പി സ്വാഭാവികമായിട്ട് എന്ത് വേണം, പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, അവർക്ക് വേണ്ടി പൈസ ചെലവാക്കിയിട്ടുള്ളതിന്റെ പ്രൂഫ് കാണിക്കണം. ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് കാണിക്കണം. പിന്നെ ഫോൺ വാങ്ങിച്ചു കൊടുത്ത് അവനാണ്, അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺ വാങ്ങിച്ചു കൊടുത്തത് അവനാണെന്നുള്ളതിന്റെ പ്രൂഫ് കാണിക്കണം. ഈ 3 കാര്യങ്ങൾ പ്രൂഫ് വന്ന് കാണിച്ചു കഴിഞ്ഞാൽ തൊപ്പിയുടെ നേരെ നിന്ന് അലിഗേഷൻ തൊപ്പിക്ക് എടുത്ത് മാറ്റാം. പക്ഷെ തൊപ്പി വന്നിട്ട് കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പൈസ അയച്ചു കൊടുത്തേക്കുന്നത്. എന്തിനയച്ചു കൊടുത്തു, എങ്ങനെ അയച്ചു കൊടുത്തു, ഇതൊന്നും പറയുന്നില്ല, കാണിക്കുന്നില്ല. എന്നിട്ട് ബാക്കിയുള്ള അലിഗേഷൻസിനെ അങ്ങ് മണ്ണിട്ട് വാരി മൂടാനായിട്ട് ഈ ഫോൺ വാങ്ങിച്ചതിന്റെ കേസോ അല്ലെങ്കിൽ ഈ ഫുഡിന്റെ കേസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തൊപ്പി ഒന്നിന്റെ പ്രൂഫ് കാണിക്കുന്നില്ല. തൊപ്പി ഇത് മാറ്റാനായിട്ട് തൊപ്പി നേരെ എന്തോ ചെയ്തു, ഷമീറിന്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ടു. ഷമീറിന്റെ മമ്മൂന്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ടു. സ്വാഭാവികമായിട്ടും ആരെയും തകർക്കാൻ പാടില്ല. അവര് പറഞ്ഞ അലിഗേഷൻസ്, നീ കാണിച്ചത് പേഴ്സണൽ ഹറാസ്മെന്റ്, പേഴ്സണൽ ത്രെറ്റനിങ് ആണ് ആ വീഡിയോ കൂടെ കാണിച്ചത്. എത്രയൊക്കെ പ്രൂഫ് കാണിക്കാൻ അല്ലെങ്കിൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനെന്നും പറഞ്ഞ് ഇതല്ല കാണിക്കേണ്ടത്. നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഈ സാധനം അല്ല കാണിക്കേണ്ടത്. അത് ഷമീർ എന്ന് പറഞ്ഞ വ്യക്തിയും മമ്മു എന്ന് പറഞ്ഞ വ്യക്തിയുടെ
പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു തെറ്റം ചെയ്യുന്ന രീതിയിലുള്ള സാധനമാണ് തൊപ്പി പുറത്തു വിട്ടത്. തൊപ്പി അങ്ങനെ ആ സാധനം പുറത്തു വിട്ട് കഴിഞ്ഞ് അവന്മാർക്കൊരു തെറ്റനായിട്ടുള്ള സാധനം തൊപ്പി പുറത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്മാര് വായും മൂടി മിണ്ടായിരിക്കും. അവന്മാര് തൊപ്പിക്ക് നല്ല 8ന്റെ വേണ്ടി തിരിച്ചു കൊടുത്തു. തൊപ്പിയുടെ പെണ്ണു കൊടുത്തോ, കള്ളുപൊടി, കഞ്ചാവൊടി, ചട്ടിയിട്ടൊന്ന് തുള്ളണത്, അങ്ങനെ എല്ലാ സാധനവും അവന്മാരും കൊടുത്തു. എനിക്കൊരു കേസ് ചോദിക്കാനുള്ളത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഒരു ഗ്യാങ് ഹൗസിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ, തൊപ്പി ഭയങ്കര മാന്യനാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് അറിഞ്ഞ സമയത്ത് അവന്മാരുടെ അടുത്ത് കളഞ്ഞില്ല? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തോണ്ടാണല്ലോ വീഡിയോ ഇപ്പൊ തൊപ്പി കൊണ്ടുവന്ന് പ്രൂഫായിട്ട് കാണിച്ചത്, തൊപ്പി കാണിച്ചത്. ഇങ്ങനത്തെ സാധനം വീഡിയോ എടുക്കുകയാണ്. ഈ ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്ന ആൾക്കാരുടെ തന്നെ ഒരു മെന്റാലിറ്റിയും പറഞ്ഞത് എന്തായിരിക്കും നമുക്ക് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവന്മാരെല്ലാം ഏത് ലെവലിൽ പോകുന്നത്? തൊപ്പിയ ഷമീറിനെ മാത്രം അങ്ങനെ പറയല്ല, മൊത്തത്തിലുള്ള എല്ലാവന്മാരെയും, അതിനകത്തുള്ള എല്ലാവന്മാരും കൂടെ എല്ലാവന്മാരുടെ സ്വഭാവവും സ്വഭാവ രീതിയും പ്രവണതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ട് സൈഡും മാന്യന്മാരൊന്നുമില്ല, ഒരുത്തനും പുണ്യാളനൊന്നുമില്ല, എല്ലാം മൈറ്റുകൾ തന്നെ. തൊപ്പി ആ വീഡിയോ പൊക്കിക്കൊണ്ട് വന്നപ്പോ ഷമീർ കുറെ ഓഡിയോ പ്രൂഫും കാര്യങ്ങളായിട്ട് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുന്നു, അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നു ഷമീറിന്. എന്നിട്ട് അവൻ കുറെ ഓഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അവൻ പറയുന്നു, ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര നല്ല പുള്ളിയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, 18 വയസ്സാവാത്ത പിള്ളേരെ പറഞ്ഞിട്ടില്ല, പെൺപിള്ളേരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് അവൻ എഴുതുന്നുണ്ട്. 18 ആയാന്ത്, 19 ആയാന്ത്, 20 ആയാന്ത്, 18 ആയില്ലെങ്കിൽ എന്ത് പറയാൻ കൊള്ളാമോ? അത് നീ വന്നിട്ട് ന്യായീകരിച്ചിട്ടും എഴുതാൻ നിനക്ക് വിവരമില്ലണം നായകനക്ക്. 18 ആയാലും 18 ആയില്ലെങ്കിലും അങ്ങനെ പറയേണ്ട ആവശ്യം എന്തിനാ? അത്രയും മുട്ടിക്കിടക്കണം. അത്രയ്ക്ക് വല്ല മുട്ടിക്കിടക്കണമെന്നുണ്ടെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന സാധനം കൊണ്ടിട്ട് എവിടെയെങ്കിലും വരയ്ക്കണം, വരച്ചങ്ങ് കഴപ്പങ്ങ് തീർക്കണം. അതാണ് ചെയ്യാനുള്ളത്. അത് ഞാൻ 18 വയസ്സാവാത്ത ആൾക്കാരെ പറഞ്ഞിട്ടില്ല, ഞാൻ 18 വയസ്സിന് മുകളിലുള്ളവരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവന്റെ ഗേൾഫ്രണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ ഏതാ ലക്ഷദ്വീപിൽ വന്ന പെൺപിള്ളേരെ ഇവന്റെ അടുത്ത് നിന്ന് മിണ്ടിയപ്പാൻ കൊണ്ട് റൂമിൽ കൊണ്ടുപോയി. എന്തോന്നൊക്കെയാണ് ഇതൊക്കെയാണ് അടിമയില് സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാനുള്ള. ഫസ്റ്റ് തന്നെ ആലോചിക്കാനുള്ള, നിന്റെയൊക്കെ ലൈവ് കാണുന്ന പിള്ളേരാണ്, മൊത്തം പിള്ളേരാണ്, മെച്ചേർഡ് ഓഡിയൻസ് ഒന്നും അല്ല, 18 വയസ്സിന് മുകളിലുള്ളതൊന്നും അല്ല. കുറെ 10ൽ പഠിക്കുന്ന, 5ൽ പഠിക്കുന്ന, 6ൽ പഠിക്കുന്ന കുറെ കൊച്ചു പിള്ളേരാണ് വന്നൊന്ന് ലൈവ് കാണണം. നിന്റെയൊക്കെ ലൈവ് കാറ്റഗറി തന്നെ റെസ്ട്രിക്റ്റഡ് ഫോർ പീപ്പിൾ അല്ലെങ്കിൽ ഏജ് ബിലോ 18, അത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചെയ്യുന്ന സാധനമാണ് നിന്റെയൊക്കെ ലൈവ്. അതിനകത്ത് പല കൊച്ചു പിള്ളേരാണ് വന്നിരിക്കുന്നത്. ഈ കൊച്ചു പിള്ളേർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് നീയൊക്കെ ഈ പ്രൂഫ് മറ്റേതും മറച്ചതെന്നും പറഞ്ഞ് എടുത്തിങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ഓൾറെഡി നീയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളും കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളെ കൊച്ചു പിള്ളേർക്കൊന്നും കാണാൻ പറ്റുന്നതല്ല. അതൊക്കെ ഓൺ ദ സ്പോട്ട് യൂട്യൂബ് ബാൻ ചെയ്ത് കളയേണ്ട സാധനങ്ങളാണ് നിന്റെ ലൈവും കാര്യങ്ങളൊക്കെ. വെറും അങ്ങേയറ്റം കൾച്ചർ ഇല്ലാത്ത വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോ നാട് നിങ്ങളെ മൊത്തം പാട്ടായിട്ടുണ്ട്. നാളെ വേറൊരുത്തൻ അവനിത്തിരി രക്ഷപ്പെടണമെന്നും പറഞ്ഞ് എന്തെങ്കിലും ലൈവോ ഗെയിമിങ് പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമോ ലൈവോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൊച്ചത് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ഈ കാണിച്ചു വെച്ചേക്കുന്ന കോപ്രായം വെച്ചിട്ട് പാരന്റ്സ് അത് കാണാൻ സമ്മതിക്കുമോ? നിന്നെയൊക്കെ കാരണം ഒരു ഹോൾ കമ്മ്യൂണിറ്റിക്കാണ് നാണക്കേട് വരുന്നത്. ഒരു ഹോൾ കമ്മ്യൂണിറ്റി നീയൊക്കെ തൊലച്ചു വെച്ചേക്കാണ്. എടാ, റീച്ച് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, റീച്ചിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തിനെല്ലാം പരിപാടികൾ കാണിക്കും. ഇത് സ്ക്രിപ്റ്റഡ് ആയാലും അല്ലെങ്കിലും പ്രൂഫ് തെളിയിക്കുക എങ്ങനെയാണ് കാണിക്കുന്നത്? തുടങ്ങിയത് തൊപ്പിയാണെന്നേ പറയത്തുള്ളൂ. കാരണം അവന്മാര് വന്ന് പറഞ്ഞ അലിഗേഷൻസ് ആണ്. അതല്ലാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും അല്ല തൊപ്പി എടുത്ത് കാണിക്കുള്ളത്. അപ്പൊ അവന്മാര് റേജ് ബൈറ്റിൽ അവന്മാര് മറ്റതും എടുത്ത് കാണിച്ചു. പിന്നെ ഷമീർ പറയുന്ന ഡയലോഗ്, അവന് ഗേൾ ഫ്രണ്ട് ഉണ്ട് മറ്റാണോ മറിച്ചാണോ, അവൻ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇവനെ കണക്ക് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെയല്ല, എന്തായാലും നീ കാണിച്ചോ, നീയും വലിയ നല്ല പുള്ളിയൊന്നുമല്ല, അവനും അല്ല. അതായത് സിംപിളി ഇങ്ങനെ പറയാം, സണ്ണി ലിയോൺ വെടിയെന്ന് മിയ ഖലീഫ. ഇതാണ് സംഭവം. ഇതാണ് യുവന്മാരുടെ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉള്ള ചെറുതും വലുതും ഉൾപ്പെടെ, 18 ആയതും 18 ആവാത്തതും ചെറുതും വലുതും ഉൾപ്പെടെ എല്ലാ അവന്മാരും ഭൂലോക പിഴകൾ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം, 1 വർഷം മുമ്പ് നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഡിസേബിൾ ആയിപ്പോയി. അപ്പോൾ ആ ഡിസേബിൾ ആയ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു ടീമിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടീം MRZ ആദിലിന്റെ ടീമായിരുന്നു. അപ്പോൾ നമ്മൾ ഫണ്ടൊക്കെ അയച്ചു കൊടുത്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ്, പക്ഷേ കുറേ നാൾ എടുത്തിട്ടും അക്കൗണ്ട് കിട്ടിയതുമില്ല.
പൈസ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്തുമില്ല. പിന്നെയാണ് നമ്മൾ അറിയണത് ഇവർ സ്കാമേഴ്സ് ആണെന്ന്. ഇതിനെപ്പറ്റി പിന്നെ ഒരു വിവരമില്ല. ഇവരേതോ സിനിമ ഷൂട്ടിങ്ങിലാണോ ഈ പയ്യെ എവിടെ പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോൺടാക്ട് ഏകദേശം ഒരു വർഷം നമ്മൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പറ്റിയ അവസരം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഇതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട സാധനമാണത്. MRC ആദില് 18 വയസ്സാവാത്തൊരു ഉണ്ടായിരുന്നു. അവനെയൊക്കെ സത്യം പറഞ്ഞ ഇവന്റെയൊക്കെ കൂടെ വിട്ട വീട്ടുകാരെ ആദ്യം അടിക്കണം. ചെരുപ്പൂരി മണ്ടൊക്കെ അടിക്കണം. 18 വയസ്സാവാത്ത ചെറുക്കനെയൊക്കെ ഇവന്റെയൊക്കെ കൂടെ വെക്കണം. അപ്പം ഈ ഒരു വീഡിയോ ഈ പിള്ളേരിട്ട സമയത്ത്, ഈ MRC ആദിലിനെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ഈ പിള്ളേരിട്ട സമയത്ത് എല്ലാമാരും വന്നിട്ട് ചോദിക്കണം, ഈ തൊപ്പിയുടെ എത്ര ക്യാഷ് വാങ്ങി, തൊപ്പിയുടെ എത്ര ക്യാഷ് വാങ്ങി? മരമുണ്ണാളെ, മരമുണ്ണാളെ, തൊപ്പിയുടെ ക്യാഷ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് സായി പോപ്പി ഇവന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് തൊട്ടേ ആൾക്കാർ പറയുന്നുണ്ട് ഇവ സ്കാം ആണെന്ന്. അന്ന് ലൈവൊക്കെ ഇട്ട് വന്ന് സായിപ്പിനെയൊക്കെ കോളിലൊക്കെ വിളിച്ച് തൊപ്പി കുറെ ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. 18 വയസ്സാവാത്ത അവന്മാരെ കൂടെക്കുന്ന ഒരു കൊച്ചു ചെറുക്കെ, അവൻ വരെ ഫ്രോഡ്, പക്കാ ഫ്രോഡ്. അപ്പൊ ബാക്കിയുള്ളവന്മാരെ, യവന്മാര് മൊത്തത്തിൽ ഈ ഗ്യാങ് മൊത്തത്തിലെ ഫ്രോഡാണ്, ഫ്രോഡ് പരിപാടികളാണ്. യവന്മാരൊക്കെ വെറും ഫ്രോഡാണ്. യവന്മാരിനി അകത്ത് പോയാലും പോയില്ല എന്നുണ്ടെങ്കിൽ, യവന്മാര് തിരിച്ച് വന്ന് വീഡിയോ ഇട്ടാലും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ യവന്മാരെ മൈൻഡ് ചെയ്യരുത്. യവന്മാരെ കരിയർ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കണം. എല്ലാവന്മാരെ, ഒരുത്തന്നെ മാത്രമല്ല എല്ലാം അതിന്റെ വല്ല കൂലിപ്പണിക്കാ പോയി ജീവിക്കട്ടെ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് ലൈവ് ഇട്ട് ഇതേപോലെ മുണ്ടുവക്കി കാണിക്കല്, പെണ്ണ് പിടുത്തം, ഇമാതിരി തോന്നിയാസം കാണിക്കുന്നവന്മാരെയൊന്നും ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറെ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ഫാൻ പേജ് നടത്താനും പേജ് നടത്താനും കുറെ കൊച്ചു പിള്ളേരുണ്ടല്ലോ. അപ്പം തരുന്നിട്ട് WL ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും. WL ഇടുമ്പോ എല്ലാം തിറങ്ങല്ലോ. ഈ കാണിക്കുന്നവന്മാർക്കോ വിവരമില്ല, ഈ കാണുന്നതിനും ഒന്നും വിവരമില്ല. പാരന്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചു പിള്ളേർ ആരെങ്കിലും ഈ തന്തയില്ലാത്തവന്മാരുടെ വീഡിയോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവേദി ഒന്ന് പറഞ്ഞ് വിലക്കി ഒന്ന് കളയാൻ പറഞ്ഞേക്കണം. പിന്നെ രണ്ടാമത്തെ കേസ്, തുമ്മിയാലും തൂറിയാലും കേസ് എടുക്കുന്നതിന് ഈ കാലത്ത് ഇത്രയും വലിയ സംഭവങ്ങളും ഇത്രയും ഓഡിയോ പ്രൂഫ്, വീഡിയോ പ്രൂഫ് കാര്യങ്ങൾ യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബിൽ കൂടെ ഓൺലൈനിൽ നടത്തുന്ന റേജ് ബൈറ്റ് വേറെ ഒന്നും കണ്ടിട്ട് പോലീസ് ആർക്കൊന്നും നടപടിയൊന്നും കാര്യങ്ങളൊന്നും എടുക്കാനില്ലടേ. എന്തൊക്കെ കേസാണ് പറഞ്ഞാൽ, ഡ്രഗ് കേസ്, ഡ്രഗ് പെഡലിങ്, പെണ്ണ് കേസ്, പോക്സോ കേസ്, പീഡന കേസ് എല്ലാം വരുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇവന്മാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലേ പോലീസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുശല്യങ്ങൾ നമ്മളെ നാട്ടിൽ കാണൂലേ? നാട്ടിൽ കുറെ അവന്മാർ ഇങ്ങനെ പൊതുശല്യങ്ങളായിട്ട് കാണുമല്ലോ നാട്ടില്. അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള പൊതുശല്യങ്ങളാണ് അവന്മാർ. യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കണ പോരാനിട്ട് യവന്മാർക്ക് മറ്റേ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഈ കോൺട്രവേഴ്സിയുടെ ഇടയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ കൂടെ പല ആൾക്കാരെ പേര് വിളിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടാലല്ലേ നാളെ അവരെ സൈഡിൽ നിന്ന് റിപ്ലൈ ആയിട്ട് വരുള്ളൂ. എന്നാലേ അതിന് യവന്മാർക്ക് റിപ്ലൈ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ സ്വന്തം മാനം വിറ്റൊരു 2-3 ആഴ്ച കണ്ടന്റ് ആക്കണം. കോൺട്രവേഴ്സി കാണാൻ വരുന്ന വ്യൂസ് എന്ന് വെച്ചാൽ ചില്ലറയല്ലല്ലോ. ഏതെങ്കിലും ഒരുത്തന്നെ ചോദിച്ചു അവൻ റിപ്ലൈ ഇടും, അവന് തിരിച്ച് റിപ്ലൈ ഇടുമ്പം ഇങ്ങനെ അതങ്ങ് പൊയ്ക്കോളൂല്ലോ ഒരു 1-2 ആഴ്ച. അത് കഴിഞ്ഞിട്ട് അടുത്തവനെ പിടിക്കും. അടി ഉണ്ടാക്കി അല്ലെങ്കിൽ സ്വന്തം മാനം വിറ്റ് നാണം കിട്ടാണ് ഇവന്മാര് വ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് കൺവേർട്ട് ചെയ്ത് പൈസ ആക്കുന്നത്. പിന്നെ കുറെ അവന്മാര് റിയാക്ഷൻ വീഡിയോ, ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്, ഞാനും ഒപ്പീനിയൻ വീഡിയോ തന്നെയാണ് ഈ പറയുന്നത്. പക്ഷെ ഞാൻ രണ്ട് സൈഡും ഞാൻ പറയുന്നില്ല, രണ്ട് സൈഡും എനിക്ക് മോശമായിട്ടാണ് തോന്നിയത്. പക്ഷെ ചിലവന്മാർ വന്ന് ഭയങ്കരമായിട്ട് ഒരു സൈഡ് അങ്ങ് വെളുപ്പിക്കുന്നുണ്ട്. ചിലവന്മാര് വേറെ രാജ്യത്തിരുന്നോണ്ട് വരെ വെളുപ്പിക്കുന്നുണ്ട്, പുല്ലിന്റെ ഇടയിലും കാലിന്റെ ഇടയിലും കയറുന്നിട്ട്. എനിക്ക് അത് ചെയ്തത് ഭയങ്കര ഇതായിട്ട് തോന്നില്ല, ഇത് ചെയ്തത് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. ഇവൻ ചെയ്തത് കുറഞ്ഞു പോയി, അവൻ പാവം, അവൻ ഇങ്ങനെ, എനിക്കറിയുന്നവൻ അവൻ അങ്ങനെയല്ല, എനിക്കറിയാത്ത അവൻ ഇങ്ങനെ ആയിരിക്കാം. ഇതൊക്കെ പണ്ടുള്ള കാര്യമല്ലേ, അതൊക്കെ ഇപ്പോഴുള്ള കാര്യമല്ലേ. വെളുപ്പിക്കുകയാണ് ഇരുന്നങ്ങ് ഏഷ്യൻ പെയിന്റ്സ് വാങ്ങിച്ചിട്ട് അങ്ങ് 3 ലെയർ അങ്ങ് അടിക്കുകയാണ്. ഈ പട്ടികളൊക്കെ വെളുപ്പിച്ച് എന്തോ നീയേ, നിന്റെയൊക്കെ പോക്കറ്റിൽ പൈസ ഇടുന്നുണ്ടോ അവന്മാരെ? ഇങ്ങനെ വെളുപ്പീരെന്ന് പറഞ്ഞു ഈ വന്നെന്ന് പറയണ നിന്നെയൊക്കെ തന്നെ വിശ്വാസമില്ല, നിന്നെയൊക്കെ പോലും വിശ്വാസമില്ല നാട്ടുകാർക്ക്. അപ്പോഴാണ് നീയൊക്കെ ഇനി നിന്റെയൊക്കെ ഒപ്പീനിയൻ പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കുന്നത്. ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റിവ്യൂ ഒക്കെ പറയുന്ന ആള് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് എപ്പോഴും കുറച്ച് ന്യായത്തിന്റെ രീതിയിൽ സംസാരിച്ചൂടെ, ഫേവറസം വെക്കാതെ സംസാരിച്ചൂടെ? അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ മുണ്ടൂരിന് തലേ കെട്ടിട്ട് വേറെ പരിപാടിക്ക് പോകണം. മൈരുകളെ നല്ല രീതിയിൽ പിയാവൊക്കെ കിടക്കുന്നുണ്ട്.
രണ്ട് സൈഡിൽ നിന്നും. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാരിവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇവന്മാരെ മൈൻഡ് ചെയ്യാൻ പോകരുത് ആരും. അവന്മാര് പെണ്ണ് കുടിക്കുക, കള്ളു കുടിക്കുക, കഞ്ചാവ് വലിക്കുക, കുണ്ടാനടിക്കുക, ജയിലിൽ പോയി കിടക്കുക, എന്തിനെന്ന് വെച്ചാൽ കാണിച്ചോട്ടെന്ന് വയ്ക്കണം. ആരും ലൈവ് കാണാനും വീഡിയോ കാണാനും ഒന്നിനും പോകരുത്. ഇത് പോകുമ്പോഴാണ് ഇവന്മാർക്ക് പൈസ കിട്ടുന്നത്. അപ്പൊ ഈ പൈസ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവന്മാർ ഈ പരിപാടി തന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് വാർ, റേജ് ബൈറ്റ് വാർ, കോൺട്രവേഴ്സി കണ്ടന്റ്സ്. കാരണം ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതെല്ലാം ഇവന്മാര് സ്ക്രിപ്റ്റ് ചെയ്ത് ഇത്രയും മെനക്കെട്ട് അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് സ്വന്തം മാനം വരെ പോണ രീതിയിലുള്ള കോൺട്രവേഴ്സി ഇട്ടും പൈസ ഉണ്ടാക്കാൻ ഇവന്മാര് കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് തലയുള്ളവർക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, സിമ്പിൾ കേസാണ്. രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ കോൺട്രവേഴ്സി അല്ലെങ്കിൽ റേജ് ബൈറ്റ് അലിഗേഷൻസ് പറഞ്ഞ് അടി ഉണ്ടാക്കുന്നു. ഒരുത്തം വന്ന് ലൈവ് ഇടുന്നു, മറ്റൊന്ന് എന്ത് ചെയ്യും? അതിന് റിപ്ലൈ ഉണ്ടല്ലോ. അപ്പൊ ഓൺ ദ സ്പോട്ട് അന്നത്തെ ദിവസം ലൈവ് ഇടൂല. ഈ ലൈവ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമേ അവൻ ലൈവ് ഇടുള്ളൂ. കാര്യം എന്താ? രണ്ടുപേരും കൂടെ ഒരു സമയം ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് രണ്ട് വഴിക്ക് പോകും. അപ്പൊ റീച്ച് കുറയുമേ. അതുകൊണ്ട് ഒരുത്ത ഇട്ടിട്ട് പിറ്റേ ദിവസം അടുത്ത ഇടും. അങ്ങനെ ഇടും. ഈ ഇടുന്ന സമയത്ത് എന്തോ ചെയ്യും? ഒരു ദിവസം അടുത്ത. ഇത് ലൈവ് കട്ട് ചെയ്ത് വീഡിയോ ഇടാനും ഈ റിയാക്ഷൻ പറയാനും ഒപ്പീനിയൻ പറയാനും എന്നെ പോലത്തെ കുറെ ആൾക്കാർ കാണും. ഇത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും ഫേസ്ബുക്കിൽ ഷോർട്സ് ആക്കി ഇടാനും വേറെ കുറച്ച് ആൾക്കാർ കാണും. കട്ട് ചെയ്ത് വീഡിയോ ആക്കി ഇടാൻ കുറെ ആൾക്കാർ കാണും. ഇതിനെ റിയാക്ട് ചെയ്ത് ഒരുപാട് പേര് കാണും. അപ്പൊ രണ്ടുപേര് തമ്മിലുള്ള കോൺട്രവേഴ്സി അല്ലെങ്കിൽ അടി എന്ന് പറയുന്നത് ഒരു 5000 പേർക്ക് കണ്ടന്റ് ആണ്. 5000 പേർക്ക് റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു സാധനമാണ്. 5000 പേർക്ക് ഈ സോഷ്യൽ മീഡിയ വഴി പൈസ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട്. രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമായിരിക്കും. അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് കണ്ടന്റ് ആക്കി റീച്ചാക്കി ഇങ്ങനെ പൊലിപ്പിച്ച് അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുക. ഇത് വെച്ച് പൈസ ഉണ്ടാക്കുന്നതിൽ നിന്നും തെറ്റൊന്നും പറയത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ സ്വന്തം മാനം പോകുന്നത് വരെ, നഗ്നതാ പ്രദർശനം വരെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ അടി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാടാ അതിന്റെ മക്കളെ. പണ്ടുള്ളവർ പറയും, ഒരു കൊച്ച് കരയാണ്, ഒരാവശ്യമില്ലാതെ ഒരു പൊടി കൊച്ച് വാശി പിടിച്ച് കരയാണ്. നമ്മളെ മൈൻഡ് ചെയ്യുമ്പോഴേ അവര് കൂടുതൽ കരയത്തുള്ളൂ, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. നമ്മളെ മൈൻഡ് ചെയ്യാതെ അവരെ വഴിക്ക് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവർ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവരെ എണീച്ച് പൊയ്ക്കോളും. അതേപോലെ തന്നെയാണ് സംഭവം. നമ്മളിത് കാണാനിരിക്കുമ്പോൾ ഇവന്മാർ ഈ സാധനം നീട്ടി കൊണ്ടുപോകും. കാണാൻ ഒരു വട്ടി ഇല്ലെന്ന് മനസ്സിലാകുമ്പോൾ അമ്മമാരെ അവിടെ വെച്ചങ്ങ് കേട്ടിട്ട് ഈ പരിപാടി നടക്കുകയുള്ളേ എന്ന് പറഞ്ഞു വെച്ചിട്ട് പോകും. ഇത് യവന്മാർക്കും ഈ ഓഡിയൻസിനുമായിട്ടുള്ള സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടം വെച്ച് നിർത്തിയ നമുക്ക് സമാധാനം. നീയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിച്ചു, ഒരു കുഴപ്പമില്ല. ഇത് കണ്ട് മടുത്ത് സത്യം പറയല്ല, മടുത്ത്. വേറെന്തെങ്കിലും കേസിനൊക്കെ അടി ഉണ്ടാക്കുക, കാണാം, എടുത്ത് വെച്ച് ഒപ്പീനിയൻ പറയാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലും പറയാം. ഇമാതിരി കേസിനൊക്കെ ദയവ് ചെയ്ത് ഓഡിയൻസ് എല്ലാം അൺസബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പന്നിയൊക്കെയുള്ള യൂസർ റീച്ചും ഒക്കെ ഒന്ന് കുറച്ചുകൂടുക. ഇവന്മാർ സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവ് കാണിച്ച് വല്ലതും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കാണിക്കുക. ഇവന്മാരെ നല്ല ആരായാലും സ്വന്തം കഴിവ് കാണിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗമുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെ പോയിരുന്ന് കാണുക, വ്യൂസ് ഉണ്ടാക്കുക, റീച്ച് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യും. ഇമാതിരി കാണിക്കുന്നവന്മാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അമ്മമാർക്കിട്ട് ഉണ്ടാക്കാതിരിക്കുക, അമ്മമാരെ അങ്ങ് പൊക്കിയെടുത്ത് തലയിൽ വെക്കാതിരിക്കുക, കൊച്ചു പിള്ളേർ ശ്രദ്ധിക്കുക, ഇമാതിരിയുള്ളവന്മാരെ ലൈവും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതിരിക്കുക. അത്യാവശ്യം മിനിമം ഒരു മാന്യത ഉള്ള, ചീത്ത വിളിയൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ ഈ അടിഞ്ഞാട്ടം തുണി ഊരി കാണിക്കലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഷെയർ ചെയ്യണവന്മാരെ ദയവ് ചെയ്ത് മക്കളെ നിങ്ങൾ ആരും പോയി ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, LW ഇട്ട് പൊക്കിക്കൊണ്ട് വരിക, ഫാൻ ഫൈറ്റ് നടത്തി അവർക്ക് വേണ്ടി അതൊന്നും ചെയ്യരുത്. നിങ്ങളെ സമയം വേസ്റ്റാണ്. ഇവന്മാരെല്ലാം സ്കാമാണ്, എല്ലാം സ്കാമേഴ്സാണ്. ചെറുതും വലുതും ഉൾപ്പെടെ മൊത്തം ആ കൂട്ടത്തിലുള്ള മൊത്തം മൈരമാര്. അപ്പൊ MRC എന്ന് പറയരുതെന്നാണ് എന്റെ ഓണേഴ്സ് തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു കൂട്ടം ഗ്യാങ്ങായിട്ട് നിന്ന് ലൈവ് ചെയ്ത് വന്നിരുന്ന തന്തയില്ലാത്തവന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിത്തല്ലല് എന്റെ ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ ഈ നായയുടെ മക്കള കേസിൽ സംസാരിക്കുന്ന ലാസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇനി ഇവന്മാരിനി എന്തൊരു കാണിച്ചു കഴിഞ്ഞാൽ, ആരെ തന്ത എത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെ തള്ള തുണി ഊരി കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവന്മാരെ കേസിൽ ഞാൻ ഒരു വീഡിയോയും ചെയ്യാൻ പോലെ ഒരു കോപ്പും ഞാൻ ചെയ്യാൻ പോലെ തീരുമാനം എടുത്തു. ചെയ്യത്തില്ല.
അപ്പൊ ഇത്രേ ഉള്ളൂ എനിക്ക് ഈ കേസിൽ ഒപ്പീനിയൻ. എനിക്ക് മറ്റേ വന്ന് സെൻസർ അടിച്ച് ഞാൻ ഭയങ്കര നന്മാരാണ്, ഞാൻ ചീത്ത വിളിക്കൂല, എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് ഈ സാധനം യുവമാരുടെ ഇഷ്യൂ കണ്ടിട്ട് എനിക്ക് എന്താണോ പറയാനുള്ളത് ഓപ്പൺ ആയിട്ട് തുറന്ന് സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെ പറയുമോ എനിക്ക് തോന്നിയത് എങ്ങനെ പറയാൻ തോന്നിയോ അതാണ് ഞാൻ വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഒപ്പീനിയൻ. സൈനിങ് ഓഫ് ഷാനസ്. സി യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ. എന്റെ രീതിയിലുള്ള എന്തെങ്കിലും കണ്ട് റിവ്യൂ റിയാക്ഷനോ ആയിട്ട് നല്ല വല്ല വീഡിയോസ് ഒക്കെ എടുത്ത് മാന്യമായിട്ടുള്ള വീഡിയോസ് വല്ല റിയാക്ഷൻ ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ വന്ന് എന്റെ യൂട്യൂബ് ചാനൽ ഇടാം. ഇമാതിരി സാധനമൊന്നും ഞാൻ ഇതിന് നോക്കില്ല. എനിക്ക് മടുത്ത്. ബൈ.